ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ 28 ഡേയ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് അഥവാ മാജിക് ചലഞ്ച്. നമ്മൾ ഇന്നത്തെ ഡേ 5 ആയി. സോ നിങ്ങൾ ഇതിന് മുന്നുള്ള വീഡിയോസൊക്കെ കണ്ടതിന് ശേഷം മാത്രം ഡേ 5ലേക്ക് വരിക. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മാജിക് മണി. ഇഫ് യു ആർ നോട്ട് ഗ്രേറ്റ്ഫുൾ ടുവേർഡ്സ് മണി, ദി മണി ഇൻ യുവർ ലൈഫ് ക്യാൻ നെവർ ഇംപ്രൂവ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പൈസക്ക് കുറച്ച് പ്രശ്നമൊക്കെ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആവോ, ഡിസ്കറേജ്ഡ് ആവോ, നമ്മൾ പേടിക്കോ, നമ്മൾ ജലസാവോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിലേക്ക് ഫ്ലോ ഓഫ് മണി വരുന്നതിന് ആക്ച്വലി ബ്ലോക്ക് ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം ഈ ആക്ട്സൊക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള പൈസയോട് നമ്മൾ അൺഗ്രേറ്റ്ഫുൾ ആവുന്ന ടൈപ്പ് ആക്ട്സ് ആണ്. അതായത് നമ്മൾ പൈസയെ പറ്റി കംപ്ലയിൻറ്റ് പറയുക, നമ്മൾ പൈസയുടെ പേരിൽ ആൾക്കാരുടെ വഴക്കുണ്ടാക്കുക, പൈസയുടെ പേരിൽ ആൾക്കാരെ വിഷമിപ്പിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഒട്ടും ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുന്നില്ല നമ്മുടെ കയ്യിലുള്ള പൈസക്ക്. സോ നിങ്ങളുടെ ഇപ്പം നിൽക്കുന്ന കറൻറ്റ് സിറ്റുവേഷൻ എന്താണോ ആ സിറ്റുവേഷൻ ആക്ച്വലി വേഴ്സ് ആവുകയും ചെയ്യും, ഇമ്പ്രൂവ് ആവുന്നത് പോയിട്ട് അലമ്പാവും. ഇപ്പം നമ്മൾ സിറ്റുവേഷനൊക്കെ ഭയങ്കര മോശമാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള പൈസകൾ കാരണം എൻ്റെ കയ്യിലുണ്ടല്ലോ എന്നൊത്ത് ഗ്രേറ്റ്ഫുൾ ആവുക എന്ന് പറയുന്നത് ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഇത്ര കഷ്ടപ്പാടിൽ നിൽക്കുമ്പോൾ ഗ്രേറ്റ്ഫുൾ ആവുന്ന കാര്യം ആലോചിക്കാൻ പോകുന്നത് നിങ്ങൾ ആലോചിക്കുമായിരിക്കാം. പക്ഷേ നമ്മൾ ഈ പറയുന്ന കാര്യം ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഫ്ലോ ഓഫ് മണി വരിക, അല്ലെങ്കിൽ നമ്മുടെ സിറ്റുവേഷൻസ് കുറച്ചുകൂടി ലൂസ്നപ്പ് ആവുക എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾക്കത് ചെയ്യാൻ കുറച്ചുകൂടി ഇൻസ്പയർഡ് ആവും നിങ്ങൾ. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിൽ ചെയ്യാൻ പറയുന്ന 2 കാര്യങ്ങളാണ്. സോ നമുക്ക് അതിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ചെറുപ്പത്തിൽ നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞ കാലത്ത് നിങ്ങൾ എങ്ങനെ ജീവിച്ചു എന്ന് നിങ്ങൾ ആലോചിക്കണം. ഇപ്പോൾ അവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നത്, അതായത് ആ സാധനങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ ആ കാലത്ത് എങ്ങനെയായിരുന്നു നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത് നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആവണം. സോ ഞാനത് വായിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ പറയുന്ന ഓരോ സാധനം വായിക്കുമ്പോൾ ഇന്നലെ നമ്മൾ ചെയ്തതുപോലെ ഓരോ സാധനവും ആലോചിച്ച് താങ്ക് യു പറയണം. ഡിഡ് യു ഓൾവേസ് ഹാവ് ഫുഡ് ടു ഈറ്റ്? അതായത് ഇപ്പോൾ ഇത് പറയുമ്പോൾ പണ്ട് അച്ഛനും അമ്മയല്ലേ നമുക്ക് ഫുഡൊക്കെ മേടിച്ചു തന്നിട്ടുള്ളത്. അവർ നമുക്ക് വേണ്ടി എന്തൊക്കെ ഫുഡ് മേടിച്ചു തന്നു, ഉണ്ടാക്കി തന്നു. ഈ പറഞ്ഞ സാധനങ്ങൾക്ക് അവർ പൈസ ചിലവാക്കിയിട്ടുണ്ടല്ലോ. അപ്പം നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞ കാലത്ത് നമുക്ക് ഈ പറഞ്ഞ സാധനങ്ങൾ കിട്ടുമ്പോൾ നമുക്കുള്ളിൽ വന്നിട്ടുള്ളൊരു സന്തോഷവും നമ്മൾ സമാധാനമായിട്ട് ജീവിച്ചിട്ടുള്ളൊരു കാലഘട്ടമില്ലേ. അപ്പോൾ നമുക്ക് ഈ പൈസ നമ്മുടെ കയ്യിൽ ഇല്ലാത്തപ്പോൾ പോലും നമുക്ക് കിട്ടിയതിൽ നമ്മൾ ഗ്രേറ്റ്ഫുള്ളായി നമ്മൾ താങ്ക് യു പറയണം. അതാണ് ടാസ്ക്. അപ്പോൾ ഇതുപോലത്തെ കുറേ സാധനങ്ങളുണ്ട്. ഇത് പറയുമ്പോൾ നിങ്ങളുടെ ചൈൽഡ്ഹുഡിൽ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം. ഡിഡ് യു ലിവ് ഇൻ എ ഹോം? ഡിഡ് യു റിസീവ് എഡ്യൂക്കേഷൻ ഓവർ മെനി ഇയേഴ്സ്? ഹൗ ഡിഡ് യു ട്രാവൽ ടു സ്കൂൾ ഈച്ച് ഡേ? ഡിഡ് യു ഹാവ് സ്കൂൾ ബുക്സ്, സ്കൂൾ ലഞ്ചസ് ആൻഡ് ഓൾ ദ തിങ്സ് യു നീഡഡ് ഫോർ സ്കൂൾ? ഡിഡ് യു ഗോ ഓൺ എനി വെക്കേഷൻസ് വെൻ യു വെർ എ ചൈൽഡ്? What were the most exciting birthday gifts you received when you were a child? Did you have a bike, toys, or a pet? Did you go to movies, play sports, learn a musical instrument, or pursue a hobby? Did you go to the dentist? Did you have the essential items that you used every day, like your toothbrush, toothpaste, soap, and shampoo? Did you travel in a car? Did you watch television, make phone calls, use lights, electricity, and water? All of these things cost money, and you receive them all at no charge. As you travel back through these memories of your childhood and youth, you will realize how many things you received that equate to hard-earned money. So be grateful to every single instance and memory. So when you're grateful for what you received in the past, the money you have right now will magically increase. ഇപ്പോൾ നമ്മളിത് പറയുമ്പോൾ എന്നാലും ഇത് എന്ത് ലോജിക്കൽ എന്ന് ആലോചിക്കരുത്. നമ്മളിത് വിശ്വസിച്ച് നമ്മൾ ചെയ്യുകയാണല്ലോ. സോ യുവർ മണി വിൽ മാജിക്കലി ഇൻക്രീസ് എന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ സിറ്റുവേഷനിൽ നിങ്ങൾ എങ്ങനെയാണെന്ന് ആലോചിച്ച് താങ്ക് യു പറയുക. അപ്പോൾ ഇത് കഴിഞ്ഞ് നമുക്ക് ഒരു ടാസ്ക് കൂടെ ചെയ്യാനുണ്ട്. അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മളൊരു നോട്ട് എടുക്കണം. അതായത് ഇന്നിപ്പോൾ ഞാൻ ഇതായിരുന്നു എടുത്തത്. നമ്മളെ നോട്ടിനകത്ത് ഒരു ചെറിയ പേപ്പറിൽ താങ്ക് യു ഫോർ ഓൾ ദി മണി ഐ ഹാവ് ബീൻ ഗിവൺ ത്രൂ ഔട്ട് ദി ലൈഫ് എന്ന് എഴുതണം. എന്നിട്ട് ഈ പൈസ ഇന്ന് നിങ്ങൾ കയ്യിൽ വെക്കണം. എന്നിട്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക്, ഇതിപ്പോൾ ഞാൻ പോക്കറ്റിൽ ഞാൻ പണിക്ക് പോയതാണല്ലോ, സോ എനിക്ക് ഏറ്റവും ആക്സസിബിൾ എൻ്റെ കൂടെ കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു. സോ നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം, നിങ്ങൾ ഈ പൈസ ഇന്നത്തെ ദിവസം മൊത്തം കയ്യിൽ വെക്കണം. എന്നിട്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നോക്കണം. ആൻഡ് ഈ സെൻറ്റൻസ് വായിച്ചിട്ട് നമ്മൾ ഈ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ഇത്രയും കാലത്തിൽ നമുക്ക് കിട്ടിയേക്കുന്ന എല്ലാ പൈസേനെയും ആലോചിച്ച് നമ്മൾ താങ്ക് യു പറയണം. അതാണ് നമ്മുടെ ആക്ച്വലി ഇന്നത്തെ ടാസ്ക്. ഇത്രേ ഉള്ളൂ. സോ ഇത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ദിവസം കഴിഞ്ഞ് നമ്മളിത് സാധനം മാറ്റി വെക്കരുത്. നമ്മൾ ഈ പൈസ നമുക്ക് കാണാൻ പാകത്തിനുള്ള എവിടെയെങ്കിലും വെക്കണം. ആൻഡ് നമ്മൾ എല്ലാ ദിവസവും ഈ പൈസ കാണണം. നമ്മൾ ഈ സാധനം വായിച്ചിട്ട് നമ്മുടെ മനസ്സിലോട് നമ്മൾ നേരത്തെ പറഞ്ഞത് താങ്ക് യു, എല്ലാ കാര്യങ്ങളും ആലോചിച്ച് താങ്ക് യു പറഞ്ഞ് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവണം. സോ അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞ പോലെ നമ്മൾ രാവിലെ എണീക്കുന്നു, നമ്മൾ കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് ചെയ്ത് 10 ബ്ലെസ്സിങ്സ് കൗണ്ട് ചെയ്യുന്നു. ഇപ്പം ഞാൻ ഈ വായിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ചൈൽഡ്ഹുഡ് മെമ്മറിയിലേക്ക് പോകുന്നു. എല്ലാത്തിനും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവുന്നു, നോട്ട് എടുക്കുന്നു, എഴുതുന്നു. ഇന്നത്തെ ദിവസം മൊത്തം ഇത് കയ്യിൽ വെച്ച്
പല വട്ടം എടുക്കണം. നമ്മൾ ഇന്നലെ നമ്മുടെ ഹെൽത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ 3 വട്ടമെങ്കിലും നോക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ന് ഇത് 4 വട്ടമെങ്കിലും നോക്കണം എന്നാണ് പറയുന്നത്. സോ ഞാനൊക്കെ പോക്കറ്റിൽ 10,000 വട്ടം കൈയിടും ഒരു ദിവസം, ഒരു ഫുൾ ഡേ ഷിഫ്റ്റ് ഉണ്ടെങ്കിൽ. സോ ഞാനൊക്കെ 4 മുതൽ 40 വട്ടമെങ്കിലും നിങ്ങൾ നമുക്ക് താങ്ക് യു പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ. പക്ഷേ മിനിമം 4 വട്ടമെങ്കിലും പറയണം എന്നുള്ളത് കമ്പൽസറിയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് രാത്രി നിങ്ങൾ നിങ്ങളുടെ മാജിക് റോപ്പ് എടുത്ത് ഇന്നത്തെ ദിവസം നടന്ന ഏറ്റവും നല്ല കാര്യം പറഞ്ഞ് താങ്ക് യു പറയണം. എന്നിട്ട് ഈ നോട്ട് നിങ്ങൾക്ക് ഇനി എന്നും കാണാൻ പാകത്തിന് എവിടെയെങ്കിലും വെച്ചിട്ട് എല്ലാ ദിവസവും നമ്മൾ ഈ നോട്ടിനോട് താങ്ക് യു പറയണം. എന്നാലേ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഇതുവരെ ഉണ്ടായിരുന്ന പൈസയുടെ ഗ്രേറ്റ്ഫുൾ ആയിട്ട് നമ്മുടെ മണി ഫ്ലോ കുറച്ച് സ്മൂത്തായിട്ട് നമുക്ക് മാജിക്കലി നിറയെ പൈസ എടുത്തുള്ളൂ. സോ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. ബൈ ഗൈസ്.